അല്ല 2-3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു, അതടച്ചു. ഇന്നലെ അടച്ചു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങളോട് പ്രവർത്തിക്കുകയില്ലേ. 2-3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു, അതും അടക്കുകയുണ്ടായി. അല്ല, സൗകര്യവും അസൗകര്യവും ഒന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹം അല്ല, കൗൺസിലറാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് സൗകര്യമുണ്ടോ അസൗകര്യമാണോ എന്നുള്ള കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത്. വട്ടിയൂർക്കാവിൽ വികസനം കാരണം ആൾക്കാർക്ക് ഇറങ്ങിയടക്കാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വികസനത്തിന്റെ ഒരു ഗുണവും കൂടിയാണ് ഇത്തവണ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിനകത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെയും കൂടി വികസനത്തിന്റെ നേട്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ CPM-ന്റെ അവസ്ഥ എന്താ? എനിക്ക് തോന്നുന്നു കോൺഗ്രസിനേക്കാളും പുറകിൽ 3-ാം സ്ഥാനത്താണെന്നാണ് തോന്നുന്നത്. സീറ്റിന്റെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലയിടത്തും അവരില്ല. കോൺഗ്രസിന് എനിക്ക് തോന്നുന്നു മുട്ടടയും കവടിയാറും ഒക്കെ ഉൾപ്പെടെ ഇവരെക്കാൾ കൂടുതൽ സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പട്ടമൊക്കെ ഉൾപ്പെടെ ഇവരെക്കാൾ സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത്. ലോൺ കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താണോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ശ്രീലേഖ മാഡം ശ്രീ VK പ്രശാന്തിനോട് മുറി ഒഴിഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ശ്രീ അനിൽ ബോസ് കണ്ട കോണ്ടക്സ്റ്റിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അത് കോർപ്പറേഷനിലെ സെക്രട്ടറിയോടാണ് പറയേണ്ടിയിരുന്നത്. അങ്ങനെ മുറി ഒഴിയണമെങ്കിൽ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് VK പ്രശാന്തിനോടല്ല പറയേണ്ടിയിരുന്നത് എന്നുള്ള കാര്യം. ഇവിടെ മുറി ഒഴിയണം എന്ന് ഫോഴ്സ്ഫുള്ളി ആവശ്യപ്പെടുകയോ ഒരു കമാൻഡ് ചെയ്യുകയോ എന്റെ അവകാശമാണ് എനിക്കത് റീഇൻസ്റ്റേറ്റ് ചെയ്ത് തരണം എന്ന് പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മാഡം പറഞ്ഞിരിക്കുന്ന വളരെ സൗഹൃദ സംഭാഷണത്തിൽ ശ്രീ VK പ്രശാന്തിനോട് സംസാരിച്ചു. VK പ്രശാന്തിനോട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണം, ജനങ്ങളുടെ ആവശ്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം, പ്രശാന്ത് MLA ആണ്, എനിക്ക് എന്റെ സഹോദര തുല്യനാണ്, എനിക്ക് വളരെ അനിയനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സൗഹൃദം പുനഃസ്ഥാപിക്കുകയും അതിനുശേഷം മാഡം പ്രശാന്തിനോട് പറയുന്ന കാര്യം ഉണ്ടായി. ഇതിനകത്ത് എനിക്ക് സൗകര്യങ്ങൾ കുറച്ച് കുറവായതുകൊണ്ട് MLA പറ്റുമെങ്കിൽ മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. അത് ഇപ്പോ നാളെയോ മറ്റന്നാളോ വേണമെന്നൊന്നും അല്ല. MLAക്ക് സൗകര്യം ഉള്ളതുപോലെ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ചാൽ നല്ലതായിരുന്നു, നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാൽ നല്ലതായിരുന്നു. ഇതാണ് ശ്രീലേഖ മാഡം പറഞ്ഞതായിട്ട് എന്റെ അറിവിനകത്തുള്ളത്. എനിക്കും തോന്നിയത് ഇതൊരു വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. അതായത് നമുക്കൊരാളെ വളരെ അടുത്ത് പരിചയമുണ്ട്, നമ്മൾ നമ്മുടെ ഒരു അവകാശം പെട്ടുന്ന ഒരു സ്ഥലമാണ്, നമ്മളത് വളരെ മാന്യമായിട്ട് അവരോട് പറയുകയാണ്, എനിക്ക് ഇവിടെ ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് അവിടെ സ്ഥലക്കുറവുണ്ട്, MLA ഇത്രയും ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ ഇവിടെ ഇരുന്നാൽ കൊള്ളാമായിരുന്നു എന്ന് വളരെ സൗഹാർദ്ദപരമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അതിന് ഇത്രയധികം രാഷ്ട്രീയമായ മാനങ്ങൾ നൽകി BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമോ, ഈ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും അപക്വമായിട്ട് ആ വിഷയത്തിനെ എടുത്ത് ഉപയോഗിച്ചത് തീർത്തും ധാർമ്മികമായിട്ടോ മാന്യമായിട്ടോ ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? MLAക്കെതിരെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാരാ? 25,000 രൂപയോളം അലവൻസ് വാങ്ങിയിട്ട് 820 രൂപ മാത്രം വാടക കൊടുത്തു എന്ന് പ്രചരിപ്പിക്കുന്നവരാരാ? ഇന്ന് വാർത്താ സമ്മേളനത്തിൽ MLA വാങ്ങുന്ന മുഴുവൻ അലവൻസുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞാൻ പുറത്തുവിട്ടു. അതിൽ വാടക എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ഇല്ല. അപ്പോ MLAയെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമം ഇവർ നടത്തിയെന്നതിന്റെ തെളിവല്ലേ അത്? അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ വാടക അടച്ചിട്ടുണ്ട്, ഈ വാടക കുടിശ്ശിക വരുത്തിയെന്ന് പോലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വാടക കുടിശ്ശിക ഉണ്ടായിരുന്നു. ഇന്നലെ ശ്രീലേഖ വന്ന ഈ വിഷയം ഉന്നയിച്ച ശേഷമാണ് ബാക്കി കുടിശ്ശിക ഇന്നലെ അടച്ചു എന്നുള്ള മട്ടിലൊക്കെ ഉണ്ട്. അങ്ങനെയാണോ? അല്ല, 2-3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു, അതടച്ചു. ഇന്നലെ അടച്ചു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങളോട് പ്രവർത്തിക്കുകയില്ലേ. 2-3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു, അതും അടക്കുകയുണ്ടായി. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ഒരു 5 ആൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണത് ഈ കൗൺസിലറുടെ ഓഫീസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, അവിടെ പ്രധാനപ്പെട്ട കൗൺസിലർ കൈകാര്യം ചെയ്യേണ്ട ഫയലുകൾ പോലും അവിടെ ഒരു ബാത്റൂമിൽ കൂട്ടിയിടേണ്ട നിലയാണ്. അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. ഞാൻ യുവരാജിനെ ആ ഓഫീസ് സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അല്ല, ഇത് യുവരാജ് പറഞ്ഞല്ല, ഞാൻ ഇന്ന് ആ ഭാഗത്ത് കേട്ട വാദമാണ്. അടുത്ത സീറ്റില് അല്ല, ഞാൻ പറഞ്ഞല്ലോ 7 വർഷക്കാലം താങ്കള് എന്നെ വിളിച്ച് കാണിക്കേണ്ട കാര്യമില്ല. 5 വർഷം താങ്കൾക്കൊപ്പം കൗൺസിലറായി പ്രവർത്തിച്ചിരുന്ന ആള് തന്നെയാണ് അത് പറഞ്ഞത്. അല്ല, അത് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ഞാനൊന്ന് പറയട്ടെ ബൈ.
ഞാന് ശ്രീ അയ്യപ്പദാസിനെയും ഈ പറയുന്ന യുവരാജിനെയും ഒക്കെ അവിടെ വന്ന് കാണാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അവിടെ കൃത്യമായി കുറച്ചു പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഏതാണ്ട് 100 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു മുറിയാണത്. അവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇത്രയും നാൾ ഇല്ലാത്ത ഒരു അസൗകര്യം MLA മാറിക്കൊടുത്ത അസൗകര്യം പരിഹരിക്കണം എന്ന് പറയുന്നതിന്റെ യുക്തിയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. നിയമപരമായി നഗരസഭയുടെ അനുമതിയോടുകൂടി നിശ്ചയിക്കപ്പെട്ട വാടക അടച്ചിരിക്കുന്ന ഒരാളിനെ ഒഴിവാക്കി സൗകര്യം ഉണ്ടാക്കണം എന്ന് പറയുന്നതിലെ അനൗചിത്യമാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അല്ലാത്ത പക്ഷം അവിടെ ഒരു സ്വാഭാവിക അസൗകര്യം ഇല്ല. സ്വാഭാവിക അസൗകര്യം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, സൗകര്യവും അസൗകര്യവും ഒന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹം അല്ല, കൗൺസിലറാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് സൗകര്യമുണ്ടോ അസൗകര്യമാണോ എന്നുള്ള കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ MLA ചിലപ്പോൾ പറയുമായിരിക്കും കൗൺസിലർ ആ ബാത്റൂമിനകത്ത് ചടഞ്ഞുകൂടി ഞെരുന്നാ മതി എന്നുള്ള കാര്യം. അതാണ് ധാർഷ്ട്യം. അല്ലാണ്ട് എനിക്കിവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാന്യമായി അറിയിക്കുന്നതിനെയല്ല നമ്മൾ ധാർഷ്ട്യം എന്ന് പറയുന്നത്. കാരണം അവിടെ മീഡിയ എല്ലാം നിൽക്കുന്ന സമയത്ത് ശ്രീലേഖ മേഡം എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവരും കണ്ടതാണ്. ഞാൻ ഇവിടെ വന്നിരിക്കും ഇതൻ കട്ടളായി ശാസനം എന്നൊന്നും പറയുകയല്ല ചെയ്തത്. പകരം എന്താണ് പറഞ്ഞത്, MLA അവിടെ പ്രവർത്തിച്ചോളൂ, എനിക്കിവിടെ ഇരുന്നേ പറ്റൂ, എനിക്ക് പോയി ഇരിക്കാൻ മറ്റൊരു സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറയുകയാണ് ചെയ്തത്. ഇത് ധാർഷ്ട്യമോ അഹങ്കാരമോ ഒന്നും അല്ല, അവരുടെ അവകാശമാണ്. ഞാനെന്തൊരു വിഡ്ഢിയാന്ന് ആലോചിക്കുക. ശ്രീലേഖ എന്ന് പറയുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത കൗൺസിലറുടെ അവകാശമാണ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആ ബിൽഡിങ്ങിനകത്ത് അവർക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്ത് ഇരിക്കുക എന്ന് പറയുന്നത്. അവിടെ കൗൺസിലില് ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശാസ്തമംഗലം പോലെ സ്ക്വയർ ഫീറ്റിന് ആയിരങ്ങളും അല്ലെങ്കിൽ 100 രൂപ സ്ക്വയർ ഫീറ്റിന് വാടക വരുന്ന ഒരു സ്ഥലത്ത് എല്ലാം 350 സ്ക്വയർ ഫീറ്റ് സ്ഥലം വെറും 872 രൂപയ്ക്ക് എഴുതിയെടുത്തിട്ട് അവിടെ ഇരിക്കുകയും അതിൽ തന്നെ കുടിശ്ശിക വരുത്തുകയും അത് പിന്നീട് വിവാദമാകുമ്പോൾ അതെല്ലാം കൂടി ഓടിപ്പിടിച്ചടക്കി അതൊക്കെ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും, ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി പോലെ ഇരിക്കും. എന്നാലും ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെയാണ് നമ്മൾ ധാർഷ്ട്യം എന്ന് പറയുന്നത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. തർക്കിക്കേണ്ട വിഷയമാണ് അയ്യപ്പദാസെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലല്ല ഇത് തർക്കിക്കേണ്ട വിഷയമാണ് അയ്യപ്പദാസെ. കാരണം എന്ന് പറഞ്ഞാൽ കുറെ നാളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇപ്പോ പലയിടത്തും ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ കയ്യേറി വെച്ചിട്ട് അവിടെ പാർട്ടി ഓഫീസ് കെട്ടുക, ലോക്കൽ കമ്മിറ്റി ഓഫീസ് കെട്ടുക, ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പൈസയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അവർക്ക് ശമ്പളം മാത്രമായിട്ടല്ലല്ലോ ഇത്രയും പൈസ കൊടുക്കുന്നത്. ഇത്രയും പൈസ കിട്ടുന്നത് തീർച്ചയായിട്ടും അവരുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ചെറിയ വാടകയ്ക്ക് അല്ലെങ്കിൽ ഇപ്പൊ സാധാരണയായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന്റെ പ്രവർത്തനം നടത്തുന്നവർക്ക് ചെറിയ വാടകയ്ക്ക് കൊടുക്കില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇതേ പരിഗണന എല്ലാവരോടും കാണിക്കണം. ശ്രീലേഖ മേഡം ശ്രീ പ്രശാന്തിനോട് ചെന്നിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് വളരെ മാന്യമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യത്തിനെ ഇത്രയധികം പൊളിറ്റിസൈസ് ചെയ്ത് വേറൊരു തലത്തിലാക്കി അവതരിപ്പിക്കാൻ നോക്കിയതിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്ക് എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. യുവരാജ് പറഞ്ഞല്ലോ സൗകര്യം നിശ്ചയിക്കേണ്ടത് ശ്രീലേഖയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് ആ സ്വാതന്ത്ര്യം ഇല്ലേ? MLA എന്ന നിലയിൽ എന്റെ മണ്ഡലത്തിൽ എവിടെ ഓഫീസ് വേണമെന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്ത മുൻ മേയർ കൂടിയായ ഒരാളോട് ഈ നിലയിൽ ഇടപെട്ടത് ശരിയായില്ല എന്നുള്ളൊരു കാര്യമാണ് മാധ്യമങ്ങളോട് ഞാൻ ഉന്നയിച്ചത്. ഇവരെന്തൊരു തോൽവിയാടാ. അല്ലെ കുറച്ചു നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് എന്റെ സൗകര്യമല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്, എന്റെ സൗകര്യം നോക്കണ്ടേന്ന്. സൗകര്യം നോക്കണ്ട എന്ന് മാഡം എപ്പോഴെങ്കിലും VK പ്രശാന്തിനോട് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. നമുക്ക് സംസാരിക്കണം എന്നല്ലേ പറഞ്ഞിരുന്നുള്ളൂ. ഈ സംസാരിക്കണം എന്ന് പറഞ്ഞ കാര്യത്തിനെ അവര് പോയി AKG സെന്ററിനകത്തിരുന്ന് ചർച്ച ചെയ്തിട്ട് ഇതൊരു വലിയ വിവാദമാക്കാൻ പറ്റുന്ന ഒരു സ്കോപ്പ് ഉണ്ടെന്ന് കണ്ട് മാധ്യമങ്ങളെ വിളിച്ചറിയിച്ചതിന് ശേഷം വലിയ പ്രതികരണങ്ങളുമായിട്ട് പുറത്തിറങ്ങുകയും ഇതാ കണ്ടില്ലേ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ജയിച്ചതോടുകൂടി ഞങ്ങളോടെല്ലാം കുടിയൊഴിയാൻ പറയുകയാണ് എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തതാരാണ്? ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗെയിമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിനകത്ത് അതിന്റെ അപ്പുറത്തേക്ക് യാതൊന്നും തന്നെ ഇല്ല. വട്ടിയൂർക്കാവിൽ വികസനം കാരണം ആൾക്കാർക്ക് ഇറങ്ങിയടക്കാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വികസനത്തിന്റെ ഒരു ഗുണവും കൂടിയാണ് ഇത്തവണ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിനകത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെയും കൂടി വികസനത്തിന്റെ നേട്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ CPM-ന്റെ അവസ്ഥ എന്താ? എനിക്ക് തോന്നുന്നു കോൺഗ്രസിനേക്കാളും പിറകിൽ 3-ാം സ്ഥാനത്താണെന്നാണ് തോന്നുന്നത്. സീറ്റിന്റെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലയിടത്തും അവരില്ല. ഒരു കയ്യബദ്ധം കോൺഗ്രസിന് എനിക്ക് തോന്നുന്നു മുട്ടടയും കവടിയാറും ഒക്കെ ഉൾപ്പെടെ ഇവരെക്കാൾ കൂടുതൽ സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പട്ടമൊക്കെ ഉൾപ്പെടെ ഇവരെക്കാൾ സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?